AN ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളൊക്കെ ആയിരുന്നു, അത് കാരണം കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനൊരു വീഡിയോ ഇടാൻ പോണത് നമ്മുടെ ഗാർഡനെ പറ്റി ഉള്ള കാര്യങ്ങൾ എല്ലാം, എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് കാണിക്കാം, എല്ലാം ഒന്ന് കാണിക്കാമെന്ന് ഓർത്താണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പള്ളിയിലൊരു സ്റ്റാളിട്ട് വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ച് ഒരു സ്റ്റാളിട്ട്, അപ്പം അത് എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് കുറേ ചെടികളൊക്കെ എൻ്റെ ചിലവായി. പള്ളിയിൽ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച്, അപ്പോൾ കൊണ്ടുവന്ന് വെച്ച് ഇപ്പോൾ വീട്ടിലോട്ടൊക്കെ ചെടിക്കൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കണൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. പച്ചക്കറിയും എല്ലാം ഉണ്ട്, പച്ചക്കറിയുടെ ചെറിയ തൈകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിക്കാം എന്നോർത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ആ കാണുന്ന ബെൽ ബട്ടണിലൊന്ന് അമർത്തുക. കമൻറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചോ, ഞാനത് പറഞ്ഞു തരാം എല്ലാവർക്കും. റോസ ചെടികളൊക്കെ ഇതൊക്കെ കുറേ ചിലവായി എനിക്ക്. ഇതിപ്പോൾ ഈ ഒരു കളർ വിരിഞ്ഞ് വരുമ്പോൾ ഈ കളറായിരിക്കും ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഈ കളറാവും. പിന്നെ അത് ഇച്ചിരി നല്ലപോലെ കറുപ്പായിട്ട് വരും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കളറ്. എന്താ അങ്ങനെ വെറൈറ്റി കുറേ ഉണ്ടായിരുന്നു, എല്ലാം കുറേ ചിലവായി. അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ പഴയ റോസൊക്കെ ഇതൊക്കെ ഒന്ന് ബ്രൂണിങ് ചെയ്തൊക്കെ നിർത്തിയേക്കണേണ്. ഓരോ ചെടികളൊക്കെ ഞാനിപ്പോൾ ഇതാക്കി വെച്ചതേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ചെടികളാണ്. അതൊക്കെ പൂവിട്ട് വരുന്ന ചെറിയ തൈകളാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാനായിട്ട് പള്ളിയിലൊക്കെ കുറേ കൊണ്ടുവച്ച് അതൊക്കെ കുറേ ചിലവാക്കി. ഇനിയും ഇപ്പോൾ തുടർന്ന് ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ നമ്പറും സ്ഥലവും പേരും എല്ലാം എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് എന്നെ വിളിക്കുക, എന്തെങ്കിലും ചെയ്താൽ ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. പിന്നെ എൻ്റെ ആമ്പൽ ഇതേ 2 എണ്ണമായിട്ട് ഞാനത് അതിലോട്ട് പറിച്ച് നട്ട്. പിന്നെ ഇതിൻ്റെ കൂമ്പേന്ന് പറഞ്ഞ തൈകളാണിത്. കണ്ടാ, കൂമ്പേന്ന് ഇങ്ങനെ തൈകൾ പൊട്ടി ഞാൻ ഇതിലോട്ട് പറിച്ച് കേട്ട് അതിലൊരു പൂവുണ്ടായിട്ടുണ്ട്. അടുത്തതൊക്കെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു പുതിയ കളർ ആമ്പൽ മേടിച്ചതാണിത്. കണ്ടാ, താമര പൂവിടാറൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇത് മണ്ണൊക്കെ ഇട്ട് പറിച്ച് നട്ടായിരുന്നു, അത് ഒന്ന് നിന്ന് പോയി. അത് കഴിഞ്ഞത് ഇപ്പം പൂവിടാറൊക്കെ ആയി വരുന്നുണ്ട്, ഇല പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. വന്നതായിരുന്നില്ല, പൊങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്ത് അതിലിച്ചിരി മണ്ണൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് അവിടെ തന്നെ നിന്നുപോയി. അങ്ങനെ എല്ലാം ഞാനിപ്പോൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ബൊഗൈൻവില്ലയൊക്കെ കുറച്ച് വെട്ടാനുണ്ട്, കുറച്ച് വെട്ടി നിർത്തിയിട്ടുണ്ട്. ഒരു സമയം പോലെ ഓരോന്നൊക്കെ ചെയ്യണേന്ന്. ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളൊക്കെ ഉണ്ട്, അതൊക്കെ അത് സെയിൽ ചെയ്യാനൊക്കെ നിർത്തിയിട്ടുണ്ട് ഞാൻ. അതൊക്കെ കണ്ട. അപ്പോൾ ആന്തോറിയം ഇപ്പോൾ 2-3 കളറിൻ്റെ കയ്യിലുണ്ട്. നമ്മളത് അതിൻ്റെ സംരക്ഷണത്തിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണുക. ഇപ്പോൾ കുറേയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പോയി ചെടികൾ. ആന്തോറിയം 2-3 കളർ വേറെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ക്ലോമിയ കുറച്ച് തൈകളൊക്കെ ഞാൻ ആക്കിയെടുത്ത തൈകളാണ് ഇതൊക്കെ കുറച്ചുണ്ടായിരുന്നതൊക്കെ പോയി. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണിത്. ഇനി അതിൽ നിന്നൊക്കെ കുറച്ച് ആക്കിയെടുക്കണം. ഇതിപ്പോൾ ചെറിയ തൈകളുണ്ടായിരുന്ന സെയിൽ കഴിഞ്ഞ് കുറേയൊക്കെ പോയി. പിന്നെ CC പ്ലാന്റ് ഇത് വലുതൊക്കെ കുറേ പോയി. പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ പിടിപ്പിച്ചെടുക്കണേന്, ഇതുപോലെ എല്ലാം പിടിപ്പിച്ചെടുക്കണേന്. ഞാൻ എല്ലാം ഇവിടെ തന്നെ പിടിപ്പിച്ചെടുക്കുന്ന ചെടികളാണ്. ഇവിടെ മേടിക്കണവർക്ക് ധൈര്യമായിട്ട് മേടിക്കാം. അത് പറഞ്ഞും തരും, മണ്ണിട്ട് നിറച്ച് ഞാൻ നട്ടും കൊടുക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും.
ഇതൊരു മുന്തിരി തൈയാണ് ഞാൻ മേടിച്ച് പിടിപ്പിക്കണേണ്. ഇതിൻ്റെ അകത്ത് പിടിപ്പിച്ച് പടർത്തി കൊടുക്കാം. പിന്നെ ഒരു ഓറഞ്ച് തൈ മേടിച്ചതാണ് ഞാൻ. അതിന് ദേ ഇപ്പോൾ കൂമ്പൊക്കെ ഇട്ട് ഇതേ കണ്ട കൂമ്പൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഓറഞ്ച് ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ഒരു കൂടി വീഡിയോ ഒക്കെ ഇടാം. ഇതേ അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ല. ഓക്കെ, പച്ചക്കറി തൈകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ സാധനവും ഉണ്ട്. വഴുതനങ്ങ, തക്കാളി, മുളക് തൈ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഞ്ചി നട്ടതാണ്. അത് പറിക്കാറായി വരണം. ഓരോന്ന് ഇതിപ്പോൾ ആരെങ്കിലും സെയിലിന് വരണമെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ പറിച്ച് നടുമ്പോൾ അതുപോലെ മേടിച്ചിട്ട് ഇതുപോലെ ഞാൻ ഗ്രോ ബാഗിലാക്കി നട്ടതക്കണേ കാണുന്നതെല്ലാം. ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ വെണ്ടയ്ക്ക് പറിക്കാറുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും. പച്ചമുളകൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. കുറേ ഉണ്ടായിരുന്നു, ഞാൻ പറിച്ചല്ല. ഞാൻ അത് പറിക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഞാനെല്ലാം. വെണ്ടയ്ക്ക ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വാഴത്തൈ ക്യാബേജ് തൈയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കറക്റ്റാക്കി വെക്കണം. ഞാൻ പറഞ്ഞില്ലേ പള്ളിയിലെ പെരുന്നാളായിരുന്നു. എല്ലാം കൊണ്ടുവന്ന് തിരിച്ച് വന്ന് ഞാൻ റീപ്ലാന്റ് ചെയ്യണേന്ന് ചെയ്ത്. ഇനി ഇതൊക്കെ ഒന്ന് കായ്ഫലമൊക്കെ ഇടുമ്പോൾ കാണിച്ചു തരാം. ഇത് നേരത്തെ ഉണ്ടായിരുന്ന വെണ്ടയ്ക്ക ഇങ്ങനെ അങ്ങ് കോല് പോലെ പോയിട്ട് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ എന്നാലും കളയണില്ല. അതിൻ്റെ അകത്തോട്ട് പയറൊക്കെ പടർത്തി കൊടുക്കണേന്ന്. പയറൊക്കെ കണ്ട. വാഴത്തൈ ഞാൻ ചെറുതായിട്ട് മേടിച്ച് വെച്ചതാണ്. ചിങ്ങം വാഴ. അങ്ങനെ ഓരോന്ന് ചെയ്ത് പച്ചക്കറികളൊക്കെ കുറച്ച് ഇതൊക്കെ ഇടാറായിട്ടുണ്ട്. ഇനി കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ കൂടി ചെയ്യാനുണ്ട്. ചെടി മേടിക്കാൻ പറ്റുന്നവർക്ക് ചട്ടികളൊക്കെ ആവശ്യമുള്ളവർക്ക് ചട്ടികൾ മേടിക്കാം. അതിൻ്റെ അകത്ത് ഞാൻ ചിലവർ വീടുകളിൽ നിന്ന് മണ്ണില്ല, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മണ്ണ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ ചെടി മേടിച്ചിട്ട് അത് നട്ടു കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.